വൈദ്യുതിയുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധി എന്നല്ല. കാരണം ഞാൻ നിയമസഭയിലും പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞതാണ്. ഒരു കാര്യം, മഴ വളരെ കുറവാണ്. ഇപ്പോൾ മഴക്കാലമല്ലേ, നമുക്ക് ജൂണിൽ മഴ കിട്ടും, നന്നായിട്ട് മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വൈദ്യുതി കടം വാങ്ങിയിട്ടുണ്ട്. അതിന് പറയുന്ന സ്വാപ്പ് എന്നാണ്. ആ കടം വാങ്ങിയ വൈദ്യുതി ഒരു നിമിഷം പോലും തെറ്റാതെ ഇപ്പോൾ നമ്മൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രാജ്യത്തൊട്ടാകെ എൽനിനോ ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ചൂട് കൂടിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, നല്ല മഴക്കാലമാകേണ്ട സമയത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്ന രൂപത്തിൽ മഴയില്ലാത്തതുകൊണ്ട് ചൂട് കൂടുകയാണ്. അതുകൊണ്ട് ഉപയോഗം കൂടുന്നു, അതുപോലെ തന്നെ ഉൽപ്പാദനം കുറയുന്നു. അതാണ് വിഷയം. കഴിഞ്ഞ വർഷം ജൂണിൽ, ഇന്ന് 27-ാം തീയതി ആണെങ്കിൽ, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ജലസംഭരണികളിൽ അന്ന് 47% ജലമുണ്ടായിരുന്നു. നമ്മളുടെ ജലനിരപ്പ് അതായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 21 താഴുകയത്. പകുതി പോലും വെള്ളം ജലസംഭരണികളിലില്ല. ജലവൈദ്യുത പദ്ധതികളുടെ ജലസംഭരണിയിൽ വെള്ളമില്ല. പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പകൽ സമയത്താണ് നമ്മൾ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നത്. പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ നമുക്ക് വേണമെങ്കിൽ അധികമാണ്. ഇന്നലെ എന്നോട് വൈദ്യുതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, പകൽ സമയത്ത് നമുക്ക് ഇന്നലെ വൈദ്യുതി 19 പൈസയ്ക്ക് കിട്ടും ഒരു യൂണിറ്റിന്. 19 പൈസയ്ക്ക് കിട്ടുന്ന വൈദ്യുതി രാത്രിയാകുമ്പോൾ 10 രൂപയ്ക്കാണ് മേടിക്കുന്നത്. പകൽ സമയത്ത് 19 രൂപയ്ക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി രാത്രിയാകുമ്പോൾ അതിൻ്റെ വില 10 രൂപയാണ്. 10 രൂപയിൽ കൂട്ടി മേടിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും മത്സരിച്ച് വാങ്ങുകയാണ്. ചില സംസ്ഥാനങ്ങൾ അതൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ വിശദീകരിക്കാം. അവർ രാത്രിയും പകലും വാങ്ങും. അവർക്ക് ആ പകൽ ഉൽപ്പാദനമില്ല. രാത്രിയും പകലും വാങ്ങുന്നവർ ഒരേ വില കൊടുത്ത് രാത്രിയും പകലും വാങ്ങും. നമുക്ക് പകൽ ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് ആ വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ, പകലത്തേക്കും കൂടി നമുക്ക് ആവശ്യമില്ലാത്തത് വാങ്ങി നമുക്ക് ഇതിനുള്ള കാശില്ല. അപ്പോൾ രാത്രിയിലേക്കാണ് നമുക്ക് സത്യത്തിൽ വൈദ്യുതി വേണ്ടത്. അത് വാങ്ങാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വാങ്ങുന്നു. കൊടുക്കേണ്ടത് കൊടുക്കണം. മാർച്ച് ഏപ്രിൽ ജൂണിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ബാങ്കിലെ വായ്പ പോലെയല്ല, വ്യക്തിഗത വായ്പ പോലെയല്ല. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വായ്പ മേടിച്ചാൽ നിങ്ങളത് ജൂൺ മാസം എത്രാം തീയതി ആയാലും തിരിച്ചു തരണമെന്ന് വെച്ചപ്പോൾ ജയേഷിനോട് പൈസ ചോദിപ്പിച്ചാൽ ജയേഷിനോട് അവധി പറയാൻ, ജയേഷിനോട് എനിക്കൊരു അവധി പറയാം. പക്ഷേ ഇതല്ല, ഇതിന് പറയുന്ന സ്വാപ്പ്. ഞാൻ ചോദിച്ചു, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും അതിൻ്റെ അകത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ കിട്ടാതെ വരും. അതാണ് ഈ പ്രയാസത്തിൻ്റെ കാരണം.